ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ചപ്പാത്തി നമുക്ക് വെറുതെ കടിച്ച് തിന്നാൻ മതി, അത്രയ്ക്കും സ്വാദാണ് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെ എന്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് കാണാം കേട്ടോ. കണ്ടില്ലേ, നല്ല ടവല് പോലെ തൂവാല പോലെ ഇങ്ങനെ മടക്കാൻ പറ്റണ ചപ്പാത്തിയാണ് നമ്മുടെ. അപ്പം അതിനായിട്ട് നമ്മൾ 2.25 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുഴയ്ക്കാനായിട്ട് എടുക്കുന്നതാണ് നമ്മുടെ നാളികേരപ്പാൽ. ഈ നാളികേരപ്പാൽ ഒഴിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി വെറുതെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് പാലിലോ ചായയിലോ ഒക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള പാലെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കപ്പോളം പാല് ആവശ്യം വന്നു. അത് ചില ആട്ടയുടെ ഇത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കണ ഏത് ആട്ടയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. ഇതിപ്പോൾ ഇത്ര 2.25 കപ്പ് ആട്ട എടുത്തതിന് 1 കപ്പോളം പാൽ ഒഴിച്ചപ്പോഴാണ് ശരിയായത്. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നോക്കുക. ഒരു ചെറിയ നാളികേരം അങ്ങനെ തന്നെ എടുത്തിട്ട് പാലെടുത്തതാണ് കേട്ടോ. അപ്പോൾ വലിയ അതാണെങ്കിൽ 1 മുറി നാളികേരം എടുത്താൽ മതി. അത് ചെരുകി നമ്മളൊരു 2 കപ്പോളം പാൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മളത് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കുക. പാൽ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള പാൽ ഒഴിച്ചിങ്ങനെ കൊടുക്കുക. എല്ലാതും കൂടെ ഒരുമിച്ച് ഒഴിക്കണ്ട. അപ്പോൾ നമുക്ക് 1 കപ്പോളം പാൽ ഒഴിച്ചപ്പോൾ ഏകദേശം ശരിയായിട്ടാണ്. ഇതിങ്ങനെ എത്ര ഈ ഇതിൽ കിട്ടിയാൽ മതി കേട്ടോ. ഇനി കൂടുതൽ ലൂസാവാനും പാടില്ല, അധികം ഡ്രൈ ആവാനും പാടില്ല. കൂടുതൽ ലൂസായാൽ നമുക്ക് പിന്നെ പരത്തുന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കും. ലൂസ് കുറവാണെങ്കിലോ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിലോ ചപ്പാത്തി കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒന്ന് റഫായിട്ട് ഇങ്ങനെ കുഴച്ച് വയ്ക്കുക. ആദ്യം നന്നായിട്ട് കുഴച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് റഫായിട്ട് നമ്മൾ കുഴച്ച് അവിടെ അടച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത എന്തെങ്കിലും പണിയൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാൻ പോവാം. മിനിമം ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് തുറന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ നാളികേരപ്പാലല്ലേ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് ഈ ചപ്പാത്തി ഒരു നല്ല മണമൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ചൊന്ന് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ കുഴച്ചിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ നല്ലതാണ്. ഇത് കുറേ അളവിലെടുക്കുകയാണെങ്കിൽ കുറേശ്ശെ ഇങ്ങനെ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് ഉണ്ടാക്കുമ്പോൾ. ഇപ്പം നമ്മുടെ കുഴക്കൽ കഴിഞ്ഞു. ഇത്ര കുഴച്ചാൽ മതി കേട്ടോ. ഇനി അധികം ഒന്നും കുഴയ്ക്കൊന്നും വേണ്ട. പിന്നെ ഇത് അടച്ചിട്ട് വെച്ചോളൂ, തുറന്ന് വയ്ക്കണ്ട. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് അടച്ച് വയ്ക്കുക കേട്ടോ. തുറന്ന് വെച്ചാൽ ഒന്ന് ഡ്രൈ ആവും. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓയിലൊക്കെ ഒന്ന് പരട്ടി വയ്ക്കുക. അതിപ്പോൾ ഇവിടെ അങ്ങനെ പരട്ടണമൊന്നുമില്ല, കാരണം നമ്മൾ നാളികേരപ്പാലല്ലേ കുഴച്ചിരിക്കുന്നത്, അതിൽ തന്നെ ഓൾറെഡി ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ അടച്ച് വെച്ചോളൂ. പിന്നെ അത് ചെറിയ ബോൾസാക്കി എടുത്തു വെച്ചു.
അതിൽ നിന്ന് ഓരോന്നെടുത്ത് നമ്മളിങ്ങനെ പൊടി തൂവി പരത്തിയെടുക്കുക. അപ്പോൾ ഈ കുഴക്കണ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. പല സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ നമ്മളിവിടെ നാളികേരപ്പാൽ ചേർത്തിട്ട് ചപ്പാത്തി, ഇവിടെ സ്ഥിരം ഉണ്ടാക്കണതാണ് നാളികേരപ്പാൽ ചേർത്തിട്ടുള്ള ചപ്പാത്തി. അതിങ്ങനെ തണുത്താലും കഴിക്കാൻ നല്ല സ്വാദാണ്. പിന്നെ ആ ബോൾസ് എടുത്തിട്ട് കൈമുള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത് നല്ലതാട്ടോ. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. നമ്മൾ അതിൽ നിന്ന് ഓരോ ബോൾ എടുക്കുക, അത് കഴിഞ്ഞ് അത് കയ്യിലൊന്ന് ഉരുട്ടി എടുക്കുക, അതിന് ശേഷം പരത്തുക. അപ്പോഴും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവും, ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. മൂന്നാലഞ്ചെണ്ണം അവിടെ പരത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം തന്നെ പരത്തിയിട്ട് ഉണ്ടാക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് എണ്ണ പരത്തി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല ചൂടാവണം പാത്രം. തവ ചൂടായാലേ ചപ്പാത്തി നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ആവി വരും. ആ സമയത്ത് നമ്മൾ അപ്പം തന്നെ മറിച്ചിടുക. കുറേ നേരം ഒരേ സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ഹാർഡായി പോവും. മുമ്പ് ചപ്പാത്തിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അത് വേറെ ചപ്പാത്തി, ലെയർ ചപ്പാത്തി. അപ്പോൾ മീഡിയത്തിൽ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി വയ്ക്കാം. ഫ്ലെയിം വേണം ഇങ്ങനെ പൊന്തി വരാനായിട്ട്. അപ്പോഴാണ് നല്ല പൊളച്ചിങ്ങനെ ചപ്പാത്തി വരിക. ചൂട് കുറഞ്ഞാൽ പൊളക്കില്ല കേട്ടോ. അവിടെ ചെറിയൊരു ഹോളുണ്ടായി, അതിൻ്റെ ഉള്ളിൽ കൂടെ ആവിയൊക്കെ പുറത്ത് പോകുന്നുണ്ടോ. നമ്മളതൊന്നിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അതുകൊണ്ട് സ്പാച്ചില കൊണ്ടൊന്ന് അടച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പൊന്തി വരും. പിന്നെ നമ്മളെല്ലാ ചപ്പാത്തിയും നല്ല റെഡിയായി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നാളികേരപ്പാൽ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല കടലക്കറി ആയിരുന്നു അതിൻ്റെ കൂടെ, സ്പെഷ്യൽ കടലക്കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.